നാളികേര വില ഇടിഞ്ഞിടിഞ്ഞ് കോഴിമുട്ടയേക്കാൾ വില കുറയുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. കമ്പോളത്തിൽ നിന്ന് ഒരു കോഴിമുട്ട വാങ്ങാൻ 4 രൂപ നൽകേണ്ടുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇത്രത്തോളം തന്നെ പണം നൽകിയാൽ നാളികേരം കിട്ടും എന്നുള്ളതാണ് നാളികേരത്തിന്റെ നാട്ടിലെ സ്ഥിതി. കോഴിക്കോടാണ് കച്ചവടമെങ്കിൽ നാളികേരത്തിന് വീണ്ടും വില കുറയും. 3 രൂപ നൽകിയാൽ മതി. യാത്രാ ദിശയൊന്നും മാറ്റി പാലക്കാട്ടാണെങ്കിൽ ഒരു തേങ്ങയ്ക്ക് 2.25 രൂപ മതിയാകും. ഒരു തേങ്ങയ്ക്ക് കോഴിമുട്ടയുടെ വില കിട്ടാത്ത കാലം വരുമെന്ന് ആരെങ്കിലും മുമ്പ് വിചാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് വേണം ഇപ്പോൾ വിലയിരുത്താൻ. 80കളുടെ അവസാനം തേങ്ങയൊന്നിന് 12 രൂപ വരെ വില ലഭിച്ചിരുന്നു. അന്ന് 4 തേങ്ങ വിൽക്കാനുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു ദിവസത്തേക്ക് കുശാലായി എന്ന സ്ഥിതിയായിരുന്നു. ഇന്ന് 40 തേങ്ങ വിറ്റാലും BPL രേഖ കടക്കില്ല എന്നുള്ളതാണ് സ്ഥിതി. തിരുവനന്തപുരത്ത് തെങ്ങൊന്നിന് 50 രൂപയാണ് കയറ്റുകൂലി. തേങ്ങ വിറ്റാൽ കയറ്റുകൂലി പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നാളികേരത്തിന്റെ ശനിദശ തുടങ്ങിയത് 1999-2003 കാലഘട്ടത്തിലാണ്. സമീപകാലത്ത് നിലയൽപ്പം മെച്ചപ്പെട്ടിരുന്നു. 2011-ൽ 10 രൂപ വരെയായി വില. പിന്നീട് വീണ്ടും വില തകർന്നു. ഉയരുന്ന പാം ഓയിൽ ഇറക്കുമതിയാണ് നാളികേരത്തിന്റെ വില കുറയാൻ കാരണമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2010-11 സാമ്പത്തിക വർഷത്തിൽ 63 ലക്ഷം ടൺ പാം ഓയിൽ ഇറക്കുമതി ചെയ്ത സ്ഥാനത്ത് 2011-12 ഇത് 75 ലക്ഷം ടണ്ണായി ഇറക്കുമതി ഉയർത്തി. വിപണിയിൽ പാം ഓയിലിന്റെ കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരത്തിന്റെ ഏതാണ്ട് 5% കരിക്കായി വിൽക്കുന്നു. 45% കറിക്ക് അരയ്ക്കുന്നു. 50% വാട്ടി വെളിച്ചെണ്ണയാക്കുന്നു. വെളിച്ചെണ്ണയുടെ പകുതിയിലേറെ ഭാഗം പാചകത്തിനാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വ്യവസായത്തിനും. ഇറക്കുമതി ചെയ്ത പാം ഓയിലും ഇതേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതോടെയാണ് നാളികേരത്തിന് ശനിദശ എത്തിയത്.